നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. 5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം. ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തിയതോടെ പദയാത്രയ്ക്ക് പരിസമാപ്തിയായി. कन्याकुमारी से लेकर कश्मीर तक की यात्रा राहुल गांधी ने पूरी कर दी है। കന്യാകുമാരിയിൽ നിന്ന് 2022 സെപ്റ്റംബർ 7 തുടങ്ങിയ പദയാത്ര 4080 കിലോമീറ്ററാണ് പിന്നിട്ടത്. നാളെ ഷേർ-ഇ കശ്മീർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലെ 13 പാർട്ടികൾ പങ്കെടുക്കും. ഒഡീഷയിൽ ആരോഗ്യമന്ത്രിയെ വെടിവെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. 2 തവണ നെഞ്ചിൽ വെടിയേറ്റ നാബ കിഷയ്ദാസിന്റെ നില അതീവ ഗുരുതരമാണ്. ASI ഗോപാൽ ദാസാണ് വെടിവെച്ചത്. മന്ത്രിയെ വിദഗ്ധ ചികിത്സയ്ക്ക് ഭുവനേശ്വറിലേക്ക് ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുപോയി. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിഭാഗീയത മറയാക്കി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെ സംരക്ഷിക്കാൻ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നീക്കം. ജില്ലാ സെക്രട്ടറിക്കും ജി സുധാകരനുമെതിരെ ആരോപണം ഉയർത്തുമെന്ന് അവകാശപ്പെടുന്ന നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് നേതൃത്വം പരിശോധിച്ചു. നേതാക്കൾക്കെതിരായ ആരോപണം മിനിറ്റ്സിൽ കണ്ടെത്താനായില്ല. പാർട്ടി കമ്മീഷന് മുന്നിൽ നിൽക്കുന്ന പരാതി ഏരിയ കമ്മിറ്റി കമ്മീഷന് കൈമാറാതെയും ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയും ചർച്ച ചെയ്തത് സംഘടനാ വിരുദ്ധമെന്നാണ് വിലയിരുത്തൽ. ലഹരിക്കടത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെന്ന പ്രചാരണം തെറ്റെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. പ്രചാരണത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി സാബുവിനോട് വിശദീകരണം തേടി 4 ദിവസം മുൻപ് എസ്പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ സംഘം പുറത്തുവിട്ട വിവരം. പക്ഷേ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചിരുന്നു. രാജ്യത്ത് മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിടുന്നില്ലെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി SSF. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി കാണണം. സർക്കാരിന്റെ നയങ്ങളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. ഭരണകൂടത്തോട് വിമർശനങ്ങൾ ഉയർത്തി രാഷ്ട്രമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. സംഘപരിവാറിന്റെ വെറുപ്പിനെ രാഷ്ട്രീയത്തെ വെറുപ്പുകൊണ്ട് നേരിടാനാകില്ല. രാജ്യത്തിന് അനുകൂലമായ നിലപാടുകളെ സർക്കാർ അനുകൂല നിലപാടെന്ന് വ്യാഖ്യാനിക്കരുതെന്നും SSF പറഞ്ഞു. ഭരണകൂടത്തെ തിരുത്തേണ്ടത് രാജ്യത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിച്ചുകൊണ്ടാകരുത്. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ നയനിലപാടുകളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. ഫാഷിസത്തോടും അതിൻ്റെ ഹിംസയോടുമുള്ള വെറുപ്പിനെ രാഷ്ട്രത്തോടുള്ള വെറുപ്പായി വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളോട് ഇസ്ലാമിനെ യോജിക്കാനാവില്ല. ഭരണകൂടത്തോട് ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രമൂല്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണമെന്നുള്ള നിശ്ചയദാർഢ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നേരിടേണ്ടത് സമാന്തരമായി വെറുപ്പുൽപ്പാദിച്ചു കൊണ്ടാകരുത്. ഭരണകൂടമല്ല രാജ്യം. രാജ്യത്തിന് അനുഗുണമായ നിലപാടുകളെ സർക്കാരിന് അനുകൂലമായ നിലപാടുകളായി വ്യാഖ്യാനിക്കുന്നത് അതിവായനയാണ്. പൗരാണിക കാലം മുതൽ മതനിരപേക്ഷമായി നിലകൊണ്ട രാജ്യമാണ് നമ്മുടേത്. ആ പാരമ്പര്യം കളങ്കപ്പെട്ടുകൂടാ. മാറിവരുന്ന ഭരണകൂടങ്ങൾക്കൊപ്പം പൗരസമൂഹവും ഇക്കാര്യത്തിൽ ജാഗ്രതയുണ്ടാവണം. പോളണ്ടിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജാണ് മരിച്ചത്. ജോർദാൻ പൌരന്മാരുമായുള്ള വാക്തർക്കത്തിനിടെയാണ് സംഭവം. 5 മാസം മുൻപ് പോളണ്ടിലെത്തിയ സൂരജ് സ്വകാര്യ കമ്പനി സൂപ്പർവൈസറായിരുന്നു. സംഭവത്തിൽ 4 മലയാളികൾക്ക് പരിക്കേറ്റു. പാലക്കാട് കോട്ടോപ്പാടത്ത് കോഴിക്കോടിനുള്ളിൽ കുടുങ്ങിയ പുലി ചത്തു.
കൂടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമ്പിവലയിൽ കുടുങ്ങിയ പുലിയാണ് രാവിലെ ചത്തത്. മുറിവേറ്റ ആഘാതത്തെ തുടർന്ന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചതാണ് മരണകാരണമെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടു. പുഷ്പശ്രീ എസ്റ്റേറ്റിലെ വാച്ച്മാൻ നൌഷാദാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. യുവാവിന്റെ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാതെ ഇന്നലെ രാത്രി തുടങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കിയിലെ തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സിപിഎം പ്രവർത്തകർ ശാന്തൻപാറയിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. സിസിഎഫ് എത്തുന്നതുവരെ സമരം തുടരുമെന്നാണ് സിപിഎം പ്രവർത്തകരുടെ നിലപാട്. തിരുവനന്തപുരം മൃഗശാലയിലെ വാക്സിനേഷനിൽ ഗുരുതര വീഴ്ച. കടുവകൾക്കും പുലികൾക്കും വാക്സിൻ എടുത്തത് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. വെറ്റിനറി ഡോക്ടർമാർ എടുക്കേണ്ട വാക്സിൻ കുത്തിവയ്പ്പാണ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എടുത്തത്. കണ്ണൂർ കേളകത്ത് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്നതിനിടയിൽ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. കണിച്ചാറിലെ കാക്കശ്ശേരി ഷാജിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. കയർ പൊട്ടിയാണ് കിണറ്റിലേക്ക് വീണത്. ഭാര്യയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഷാജിയെ പുറത്തെടുത്തത്. തുടർന്ന് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലമ്പൂരിൽ പുള്ളിമാൻ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് 2 മദ്രസ അധ്യാപകർക്ക് പരിക്ക്. മൈലാടി പാലത്തിന് സമീപമാണ് അപകടം. നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശികളായ ഉമ്മർ സഖാഫി, റഫീഖ് സഖാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ മേഖല പുള്ളിമാനുകളുടെ വാസകേന്ദ്രമാണ്. ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ കൊണ്ട് പൊറുതിമുട്ടി ജനം. 2 ആഴ്ചക്കിടെ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട ആക്രമിച്ചത് 5 തവണ. ചാക്ക് കണക്കിന് അരിയും ആട്ടയും അകത്താക്കിയ അരിക്കൊമ്പൻ. സാധനങ്ങൾ താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി കടയുടമ. പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകണമെന്ന് ആവർത്തിച്ച് നാട്ടുകാർ. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ ദുരിതത്തിലായി ഇടുക്കി BL റാം നിവാസികൾ. 2 ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തകർന്നത് 2 വീടുകൾ. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന 10ഓളം കാട്ടാനകളെ വനമേഖലയിലേക്ക് തുരത്തിയത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് പ്രദേശവാസികൾ. രാജ്യത്ത് ആദ്യമായി കർണാടക വനത്തിൽ വെള്ളച്ചെന്നായ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനംവകുപ്പ്. വെള്ളച്ചെന്നായയുടെ ഫോട്ടോ കണ്ടെത്തി. കർണാടകയിലെ കാവേരി വന്യജീവി സങ്കേതത്തിലാണ് ഇത്തരത്തിലുള്ള നിറം മാറ്റം വന്ന ചെന്നായയെ കണ്ടത്. ഫോട്ടോകൾ പരിശോധിച്ചാണ് വിദഗ്ധർ ഇത് സ്ഥിരീകരിച്ചത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായേക്കും. ഫെബ്രുവരി 1ഓടെ ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിലെ നിഗമനം പ്രകാരം ഫെബ്രുവരി തുടക്കത്തിൽ തെക്കൻ കേരളത്തിൽ മഴ സാധ്യതയുണ്ട്. ഈ മാസം 31 മുതൽ ഫെബ്രുവരി 2 വരെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി തീരം, ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കൂടാതെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. വടക്കൻ പറവൂർ സ്വദേശി ജോർജാണ് മരിച്ചത്. എന്നാൽ മരണകാരണം ഭക്ഷ്യവിഷബാധയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രവാസി വ്യവസായിയിൽ നിന്ന് 108 കോടി തട്ടിയ കേസിൽ ഉന്നതതല അട്ടിമറിയെന്ന് പരാതി. അടിയന്തര അന്വേഷണം നടത്താൻ എറണാകുളം റേഞ്ച് ഡിഐജിക്ക് നിർദ്ദേശം. ആലുവ സ്വദേശി ലാഖിർ ഹസൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന്റെ മിന്നലിടപെടൽ. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് VC സിസ തോമസ്. തന്റെ അധികാര പരിധിയിലേക്ക് സിൻഡിക്കേറ്റ് കടന്നുകയറാൻ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശം. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമാക്കി റിപ്പോർട്ട് നൽകാൻ നേരത്തെ ഗവർണർ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിരുന്നു.
ജഡ്ജിയുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഡിജിപിക്ക് കൈമാറി. അഭിഭാഷകനായ സൈബി ജോസിനെതിരെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളിൽ ആരോപണം ശരിവെക്കുന്ന വസ്തുതകൾ ഉണ്ടെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹൈക്കോടതി ജീവനക്കാർക്കിടയിൽ നടത്തിയ പെർഫോമൻസ് നിർണയം വിവാദമാകുന്നു. വിവിധ വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച 16 പേരുടെ ഗ്രൂപ്പ് ഫോട്ടോ പ്രസിദ്ധീകരിച്ചതാണ് വിവാദമായത്. 1000-ലധികം തൊഴിലാളികൾ ഉണ്ടായിരിക്കെ 16 പേരെ മാത്രം മികച്ചവരായി ഉയർത്തിക്കാട്ടിയത് തൊഴിലാളികളുടെ മനോവീര്യം തകർക്കുമെന്നതാണ് വിമർശനം. ജനാധിപത്യം വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോൾ മാധ്യമങ്ങൾ നിസ്സംഗരും നിഷ്ക്രിയരുമായി മാറുന്നുവെന്ന് മന്ത്രി എം.പി. രാജേഷ്. സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അധികാരത്തിന്റെ ആർപ്പുവിളി സംഘമാകാൻ മാധ്യമങ്ങൾ വ്യഗ്രത കാണിക്കുന്നു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം തുറുങ്കിനും തോക്കിനുമിടയിലെന്ന് എം.പി. രാജേഷ്. അധികാരത്തിലുള്ളവരുടെ രാഷ്ട്രീയ സമീപനമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വെല്ലുവിളിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജൻ. BBC ഡോക്യുമെന്ററിക്കെതിരായ നിലപാട് ഇതിനുദാഹരണമാണ്. ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ വിമർശിച്ച BJP നേതാക്കളാണ് കോടതി വിധി ചൂണ്ടിക്കാട്ടി BBC ഡോക്യുമെന്ററിയെ എതിർക്കുന്നതെന്നും സിദ്ധാർത്ഥ് വരദരാജൻ. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. കണ്ണംകുളത്ത് ബാറിനുള്ളിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കണ്ണംകുളം സ്വദേശി മഹേഷിനാണ് വെട്ടേറ്റത്. കണ്ണംകുളം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട സാബു സിൽവ അറസ്റ്റിൽ. സാബുവിനെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. നെടുമ്പാശ്ശേരിയിൽ 36.5 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 795 ഗ്രാം സ്വർണം 3 ക്യാപ്സ്യൂളുകളുടെ രൂപത്തിലായിരുന്നു. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദിൽ നിന്ന് കസ്റ്റംസാണ് സ്വർണം പിടികൂടിയത്. സിറോ മലബാർ സഭ കുർബാന ഏകീകരണത്തിൽ തർക്കം തുടരുന്നു. സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ എറണാകുളം കൂനമാവ് കൊച്ചാൽപ്പള്ളി വികാരി ഫാദർ സൈമൺ പള്ളുപേട്ടയെ വിശ്വാസികൾ ഇന്നും തടഞ്ഞു. തുടർച്ചയായ 8ാം ദിവസമാണ് കുർബാന തടസ്സപ്പെടുന്നത്. യൂട്യൂബ് ബ്ലോഗറോട് അപമര്യാദയായി സംസാരിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. പറഞ്ഞ രീതിയോട് എതിർപ്പുണ്ട്, എന്നാൽ പറഞ്ഞ കാര്യങ്ങളോട് ഒട്ടും എതിർപ്പില്ലെന്നും ഉണ്ണി മുകുന്ദൻ. അച്ഛനെയും അമ്മയെയും കൂടെ അഭിനയിച്ച കുട്ടിയെയും മോശമായി പറഞ്ഞാൽ പ്രതികരിക്കുമെന്നും ഉണ്ണി മുകുന്ദൻ. ഇതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കിയാൽ സന്തോഷത്തോടെ പുറത്തുപോകും. വ്യക്തികളെ വേദനിപ്പിച്ച് തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ലെന്നും ഉണ്ണി മുകുന്ദൻ. കൊയ്തെടുത്ത നെല്ലിന് കൃത്യസമയത്ത് പണം നൽകാനുള്ള നടപടിയാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷിക്കുന്നതെന്ന് പാലക്കാട്ടെ നെൽകർഷകനായ ശശികുമാർ. 3 മാസമായി നെല്ലിന്റെ പണത്തിനായി കാത്തിരിക്കുകയാണ് ഈ കർഷകൻ. സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാതെ വന്നതോടെ കോട്ടയത്തെ കർഷകർ പ്രതിസന്ധിയിലാണ്. ജില്ലയിൽ മാത്രം 35 കോടിയോളം രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. അതേസമയം ചങ്ങനാശ്ശേരി താലൂക്കിലെ മുഴുവൻ കർഷകർക്കും പണം ലഭിച്ചു. BBC ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട് വെള്ളായണി കല്ലിയൂർ ജംഗ്ഷനിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. BJPയുടെ 4 പഞ്ചായത്ത് അംഗങ്ങളെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർക്കെതിരെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ അതിക്രമിച്ചു കയറിയ BJP പ്രവർത്തകർക്കെതിരെ മിണ്ടാതിരുന്ന ഇൻസ്പെക്ടർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ജില്ലാ കലക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കോളേജ് യൂണിയൻ പരാതി നൽകി. തിരുവനന്തപുരം കോവളം ബൈക്ക് റേസിംഗിനിടെ ഇടിച്ചു തെറിപ്പിച്ച സ്ത്രീ മരിച്ചു. വാഴമുട്ടത്ത് റോഡ് ക്രോസ് ചെയ്ത പനത്തുറ സ്വദേശിനി സന്ധ്യയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് ഗുരുതരാവസ്ഥയിലാണ്. അപകടത്തിന് പിന്നാലെ ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധന ശക്തമാക്കും. ഇനി മുതൽ റേസിംഗ് നടത്തുന്നവരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് നിർദ്ദേശം. വൈദ്യുതി നിരക്ക് കൂട്ടിയും സ്മാർട്ട് മീറ്റർ പദ്ധതിയിലൂടെയും ഉപഭോക്താക്കൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ച് KCB. ഇതിലൂടെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് KCB. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും 8200 കോടി രൂപ കടമെടുത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി തുടരുകയാണ് KCB. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോൺ ബിർള ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ സന്ദർശിച്ചു.
നിരണം മദ്രാസനാധിപൻ ഡോക്ടർ യുഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ്, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം എന്നിവരുമായി സന്ദർശനം നടത്തി. പരുമല സെമിനാരിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എറണാകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ SIയെ ഇടിച്ചു തെറിപ്പിച്ചു. KM സന്തോഷ് മോനാണ് പരിക്കേറ്റത്. അമരാവതി SS കൃഷ്ണ റോഡിലായിരുന്നു സംഭവം. വാഹനം നിർത്താതെ പോയി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ ഉദ്യോഗസ്ഥന് വലിയ പരിക്കുണ്ടോ? വിവരങ്ങൾ. ധന്യ, സിറ്റി പരിധിയിലെ ലഹരി ഇടപാടുകൾ കുറയ്ക്കുക, ഒപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കർശനമായി നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നഗരപരിധിയിൽ രാത്രിയിൽ കോമ്പിംഗ് നടത്തിവരുന്ന പതിവുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഫോർട്ട് കൊച്ചി അമരാവതി SS കൃഷ്ണ റോഡിൽ SI സന്തോഷ് മോൻ KM അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഡ്യൂട്ടി നോക്കിയത്. ഈ സമയത്താണ് വാഹനം വലിയ വേഗതയിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസുകാർ ഈ വാഹനത്തിന് കൈ കാട്ടിയെങ്കിലും ഈ വാഹനം നിർത്തിയില്ല. തുടർന്നാണ് സന്തോഷ് മോൻ ഈ വാഹനത്തിന് മുന്നിലേക്ക് കാണിച്ച് നീക്കിയത്. ഉടൻ തന്നെ നിർത്താതെ വന്ന വാഹനം ഈ SIയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇടിയുടെ ആഘാതത്തിൽ നിലത്ത് വീഴുകയും ചെയ്തു. എന്നാൽ വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ട്. എന്തായാലും ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വാഹനം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ CCTV മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വാഹന ഉടമ ഇതിനകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തന്നെയാണ്. നന്ദി അനീഷ്. തൃശൂർ കുന്നംകുളം പന്നിത്തടത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയെയും 2 കുട്ടികളെയുമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ചന്നിത്തടം ചെറുമാനേക്കാട് താമസിക്കുന്ന ഷഫീന, 3 വയസ്സുള്ള അജ്വ, 1.5 വയസ്സുകാരൻ അമൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഭർത്താവിന്റെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നു. മരിച്ച യുവതിയുടെ ഭർത്താവ് വിദേശത്താണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ മൊബൈൽ മോഷ്ടാക്കൾ പോലീസ് പിടിയിൽ. ഇടപ്പള്ളി സ്പോർട്സ് അറീനയിൽ നിന്ന് 3 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച 2 യുവാക്കളെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച മുതലുകൾ വിൽക്കാൻ പെൻഡാമേരിക്കയിൽ ഷോപ്പിലെത്തിയപ്പോൾ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം തിരിച്ചറിഞ്ഞത്. പിടിയിലായത് കാസർഗോഡ് ബേക്കൽ സ്വദേശി പ്രവീൺ, കണ്ണൂർ സ്വദേശി മുഹമ്മദ് സാഹിൽ എന്നിവർ. കാസർഗോഡ് മയക്കുമരുന്ന് കടത്ത് കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മധു സ്വദേശിയായ അഹമ്മദ് അജ്നാസ് അറസ്റ്റിലായത് എറണാകുളത്ത് വെച്ച്. കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 6 ആയി. കോട്ടയത്ത് ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ചങ്ങനാശ്ശേരി കങ്ങഴ കൊറ്റംചിറ ഭാഗത്ത് തകടിയേൽ വീട്ടിൽ അഭിനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ അടച്ചു. ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊലപാതക ശ്രമം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് വിൽപ്പന, അടിപിടി തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോട്ടയം കിടങ്ങൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടപ്ലാമറ്റം ഇല്ലത്ത് വീട്ടിൽ സ്റ്റെഫിൻ ഷാജിയെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളും സുഹൃത്തും ചേർന്ന് ചേർപ്പുങ്കൽ KTDC ബിയർ പാർലറിന് സമീപം വെച്ച് പുലിയന്നൂർ സ്വദേശിയായ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കോട്ടയം ഗാന്ധിനഗറിൽ വീട്ടമ്മയെ ആക്രമിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പായിക്കാട് വട്ടമുകൾ വീട്ടിൽ ജയേഷിനെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടമ്മയുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി മേച്ചിൽ ഓടുകൊണ്ട് വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ കാട്ടുതീ പടർന്നു. തീപിടിച്ചത് ബെഡ്മേട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപം. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. സംസ്ഥാന സർക്കാരിനെതിരെ മലപ്പുറത്ത് പ്രതിഷേധവുമായി RSP. അവശ്യസാധന വില നിയന്ത്രിക്കൽ സർക്കാർ പരാജയപ്പെട്ടു. റേഷൻ സംവിധാനം താറുമാറാക്കി. സ്വജനപക്ഷപാതം കൈമുതലാക്കിയ സർക്കാർ രാജിവെക്കണമെന്നും RSP. മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉത്തരവാദി മുസ്ലിം ലീഗെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണ.
BJP കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം നയിച്ച ത്രിദിന പദയാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ. തിരൂരങ്ങാടി നഗരസഭ 25ാം ഡിവിഷൻ കൌൺസിലർ അലിമോൻ തടത്തിൽ നടപ്പാക്കുന്ന നേർരേഖ പദ്ധതി തുടക്കമായി. ശരിയായ രേഖ മതിയായ സുരക്ഷ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടി 3 മാസം നീണ്ടുനിൽക്കും. ഇതിന്റെ ഭാഗമായി ഡിവിഷനിലെ ഓരോ വീട്ടിലും കയറി സർക്കാരുമായി ബന്ധപ്പെടുന്ന എല്ലാ രേഖകളും പരിശോധിച്ച് തെറ്റ് തിരുത്തലും പുതിയതുണ്ടാക്കലും നടക്കും. കൌൺസിലർക്കൊപ്പം നജീബ് കാന്തപുരം MLAയും ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട് ലിമിറ്റഡിന്റെ അഗ്രിപിത് ചകിരി കമ്പോസ്റ്റ് വിപണിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ മങ്ങാട്ടുപറമ്പ് മൈസോണിൽ വെച്ച് നടന്ന ചടങ്ങിൽ KCCPL ചെയർമാൻ TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കമ്പനിയുടെ നീലേശ്വരം പഴയങ്ങാടി യൂണിറ്റുകളിലാണ് അഗ്രിപിത് നിർമ്മിക്കുന്നത്. കോട്ടയം കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡിലെ 40ാം കവല ചേലാറ റോഡും 6ാം വാർഡിലെ കുറിച്ചി ITC നഴ്സറി സ്കൂൾ റോഡും അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA തുറന്നുകൊടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.